ഇനി ആർക്കെങ്കിലും സ്വലാത്ത് ഇങ്ങനെ അറിയിക്കുന്നുണ്ട് ഇയാൾ വന്നു പോകുമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയില്ല. കാരണം നമ്മുടെ പേരും സ്ഥലം സഹിതമല്ല നമ്മൾ അറിയിക്കുന്നത്. സാധുവായ ഞാൻ ഒറ്റക്ക് മദീനത്തേക്ക് സമർപ്പിച്ചാൽ സ്വലാത്ത് അവിടെ എത്തും, സമർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ നിമിഷം അവിടെ എത്തും. പക്ഷേ കുറെ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, റസൂലുള്ളാഹിയെ കണ്ടവരായ ആളുകൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സ്വലാത്ത് അങ്ങോട്ട്, അതും കോടിക്കണക്കിന് സ്വലാത്ത് ഒന്നിച്ച് സമർപ്പിക്കുമ്പോൾ അതിൽ സാധുവായ എന്റെ സ്വലാത്തും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക പരിഗണന ഉണ്ടാകും. അത് നമ്മളെ തസ്വീസാക്കാൻ വേണ്ടി, നമ്മുടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചില ആളുകൾ വരുന്നതാണ്. അവരെന്താ പറയാ, അങ്ങനെ സ്വലാത്ത് അറിയിച്ചാൽ റിയാ ഉണ്ടാവുന്നു. അത് സ്വലാത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നുകയാണ് മറ്റാൾക്കാർ കാണാൻ വേണ്ടി എന്ന്, അത് റിയാ, അവിടെയും റിയാ വരും. കല്യാണത്തിന് പോകുമ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി ഉഷാറായിട്ട് നേരത്തെ കല്യാണത്തിന് പോകുമ്പോൾ മനസ്സിലുള്ള ചിന്ത എന്താ, കുടുംബക്കാർ കാണാൻ വേണ്ടി, അതും റിയാ തന്നെയാണ്. ഒരു സ്വലാത്തിന്റെ കാര്യത്തിലല്ല, സ്വലാത്ത് ചൊല്ലുന്നതിന്റെ വിഷയത്തിൽ, അറിയിക്കുന്നതിന്റെ വിഷയത്തിൽ, പ്രത്യേകിച്ചും പേരും സ്ഥലവും അറിയിക്കാതെ സ്വലാത്ത് സാദാത്തുക്കളുടെ കൂട്ടത്തിൽ, ആലിമീങ്ങളുടെ കൂട്ടത്തിൽ എന്റെ സ്വലാത്തും മദീനത്തേക്ക് എത്തട്ടെ എന്ന ചിന്തയിൽ സ്വലാത്ത് അറിയിക്കുന്നതിനെ അത് റിയാ വരുമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തള്ളിക്കളയുക. എന്നിട്ട് ആ ആളുകൾ പേഴ്സണലായിട്ട് സ്വലാത്ത് ചൊല്ലുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് മറ്റൊരു രോഗത്തിന്റെ തുടക്കമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. എത്രയോ സാദാത്തുക്കൾ നമ്മുടെ കൂട്ടായ്മ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇങ്ങനെ സ്വലാത്ത് അറിയിക്കുന്നതും ഒന്നിച്ച് സമർപ്പിക്കുന്നതും നല്ല കാര്യമല്ലെങ്കിൽ ഓരോ ആഴ്ചയും നമ്മുടെ കൂട്ടായ്മയിൽ സാദാത്തുക്കൾ ദുആ ചെയ്യാൻ നിൽക്കുമോ? ഈ ദുആ ചെയ്യുന്നവർക്ക് അറിയില്ലേ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, താജുശ് ശരീഅ, ബഹുമാനപ്പെട്ട അമീറുൽ ശരീ സയ്യിദ് അലി ബാഫഖി തങ്ങളടക്കം, താജുൽ മുഹഖ്ഖീൻ കോട്ടൂർ ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട മുഹീസുന്ന പൊന്മള ഉസ്താദ് അടക്കം എത്ര സാദാത്തുക്കളാണ് നമുക്ക് ദുആ ചെയ്തു തന്നത്.